നമസ്കാരം. T20 ആവേശമാണ് എല്ലായിടത്തും ഇപ്പോൾ നടക്കുന്നത്. അതിനുള്ള കാത്തിരിപ്പ് ഒരുപാട് വർഷത്തെ കഥകൾ തന്നെ പറയുന്നുണ്ട്. ഒരുപാട് സങ്കടങ്ങളും പകയും ഒക്കെ തന്നെയും ഈ കഥയ്ക്ക് പറയാനുമുണ്ട്. അങ്ങനെ IPLന്റെ 17ാം സീസൺ അവസാനിച്ച് ഇനി T20 ലോകകപ്പിനായുള്ള കാത്തിരിപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്കാണ് ടീമുകൾ പോലും കടന്നിരിക്കുന്നത്. ജൂൺ 2-നാണ് T20 ലോകകപ്പ് ആരംഭിക്കുന്നത്. ഇത്തവണ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമായാണ് T20 ലോകകപ്പിന് വേദിയാകുന്നത്. ഇതിനോടകം ടീമുകളെല്ലാം അമേരിക്കയിലേക്ക് എത്തിക്കഴിഞ്ഞു. പരിശീലനം ആരംഭിച്ചിട്ടുമുണ്ട്. ഇന്ത്യൻ ടീമും വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണത്തെ ലോകകപ്പിനിറങ്ങുന്നത്. ഇത്തവണത്തെ IPL സീസൺ അവസാനിച്ചപ്പോൾ പല താരങ്ങളുടെയും വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിലൊരാളാണ് ദിനേശ് കാർത്തിക്. MS ധോണിക്ക് മുൻപ് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വരവറിയിച്ച കാർത്തിക് IPL RCBക്കായി കളിച്ച് പടിയിറങ്ങിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇത് വലിയൊരു സീസൺ തന്നെയായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് ഹർദിക്കിനെ കുറിച്ച് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. സാധാരണ പ്ലേയേഴ്സ് തമ്മിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ലെഡ്ജ് എന്ന് പറയുന്നത്. അതായത് മനഃപൂർവ്വം ഒരാളെ ഇൻസൾട്ട് ചെയ്യുക, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി അവരെ കൊണ്ട് ഔട്ട് ആക്കിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും വേണ്ടിയായി തന്നെ മനഃപൂർവ്വം ചെയ്യുന്നതിനാണ് സ്ലെഡ്ജിങ് എന്ന് പറയുന്നത്. കാർത്തിക് അത്തരത്തിലൊരു കാര്യം ഹർദിക് പാണ്ഡ്യയെ കുറിച്ച് തുറന്നു പറയുകയാണ്. ഹർദിക്കിന് ഞാൻ വേണ്ട ബഹുമാനം കൊടുത്തു, പക്ഷെ ഹർദിക് എന്നെ സ്ലെഡ്ജ് ചെയ്തു എന്നാണ് പറയുന്നത്. ഹർദിക്കിന്റെ പെരുമാറ്റം തന്നെ വളരെയധികം വേദനിപ്പിച്ചതായും ഹർദിക്കിന്റെ പലയിടത്തോട്ടുള്ള പെരുമാറ്റവും തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നും ഹർദിക് പറയുന്നു. തന്നോട് മാത്രമല്ല എല്ലാവരോടും ഹർദിക് ഇത്തരത്തിലൊരു ആറ്റിറ്റ്യൂഡാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിരമിക്കുന്നതിന് മുമ്പ് തന്നെ കമന്റേറ്റർ എന്ന നിലയിൽ കാർത്തിക് കരിയർ ആരംഭിച്ചിരുന്നു. കാർത്തിക്കിന്റെ അവസാന സീസൺ എന്ന നിലയിൽ എല്ലാവരും വലിയ പിന്തുണയും ബഹുമാനവും കാർത്തിക്കിന് നൽകി. വിക്കറ്റ് കീപ്പറായും ഫിനിഷറായും വീണ്ടും മികച്ച പ്രകടനം നടത്തിയാണ് കാർത്തിക് പടിയിറങ്ങിയത്. എന്നാൽ IPLൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും തനിക്ക് വലിയ ബഹുമാനം നൽകിയപ്പോൾ ഇന്ത്യൻ ഓൾറൗണ്ടറായ മുംബൈ ഇന്ത്യൻസ് നായകനുമായ ഹാർദിക് പാണ്ഡ്യയെ തന്നെ സ്ലെഡ്ജ് ചെയ്ത സംഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദിനേശ് കാർത്തിക്. ഇത് ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെയും ദേഷ്യം പിടിപ്പിക്കുകയാണ്. വിരാട് കോഹ്ലി എപ്പോഴും ആക്രമണശക്തിയോടെയാണ് ബാറ്റ്സ്മാൻമാർക്ക് യാത്രയയപ്പ് നൽകാറുള്ളത്. എന്നാൽ അത് വിക്കറ്റ് വീണ് പുറത്താകുമ്പോൾ മാത്രമാണ്. ഹാർദിക് പാണ്ഡ്യ എന്നെ സ്ലെഡ്ജ് ചെയ്തിരുന്നു. ലെഗ് സ്പിന്നർ പന്തെറിയാൻ എത്തിയപ്പോൾ കാർത്തിക് നിന്റെ സമയം അവസാനിച്ചു, നിന്റെ വിലപ്പെട്ട സമയത്തിന് നന്ദി എന്നാണ് ഹാർദിക് പറഞ്ഞത്. എന്നാൽ ഞാൻ ലെഗ് സ്പിന്നർക്കെതിരെ 1-2 മികച്ച ഷോട്ടുകൾ കളിച്ചതോടെ അവൻ വീണ്ടും വന്നു. ഇപ്പോൾ സ്പിന്നറിനെതിരെ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് കളിയാക്കി. ഞാൻ ചിരിക്കുക മാത്രമാണ് ചെയ്തത്, ഒരു വാക്ക് പോലും ഞാൻ തിരിച്ചു പറഞ്ഞില്ല. എന്നാൽ അവൻ നല്ല സുഹൃത്താണ് എന്ന് എടുത്തു പറയുന്നുണ്ട് ദിനേശ് കാർത്തിക്. പക്ഷെ നല്ല സൗഹൃദമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഗ്രൗണ്ടിൽ വെച്ച് സ്ലെഡ്ജ് ചെയ്യുകയും ഇത്തരത്തിൽ അപമാനിക്കുകയും ചെയ്തത് വളരെയധികം ദുഃഖമായ കാര്യമാണെന്നും ഇനി ഇങ്ങനെ ആവർത്തിക്കരുതെന്ന് ഹർദിക്കിനോട് എല്ലാവരും വിലക്കേണ്ട കാര്യമാണെന്നും എല്ലാവരും കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതും ദിനേശ് കാർത്തിക്കിനെ പോലെ ഒരു സ്റ്റാറിനോട് ഇങ്ങനെ പെരുമാറിയെങ്കിൽ നാളെ ആരുടെയൊക്കെ മുന്നിൽ എങ്ങനെയായിരിക്കും ഹർദിക് പെരുമാറുക എന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഒടുവിൽ അവർ പറഞ്ഞത് കമന്റേറ്ററായ ശേഷവും അവൻ തന്റെ മത്സരത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ്. ഇതൊരു രസകരമായ സംഭവമാണെന്ന് കാർത്തിക് പറഞ്ഞു തീർക്കുമ്പോഴും ആരാധകർക്ക് വലിയ നിരാശയാണ്. ആരാധകർ ഇവിടെ അടങ്ങുന്നില്ല. ഹർദിക്കിനെതിരെ ഓരോ ദിവസവും ഒരു വിമർശനമാണ് വരുന്നത്. പൊതുവെ ഹർദിക്കിനെതിരെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ട്. കോഹ്ലി ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ടീമായി തന്നെ കണ്ട് കളിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് പ്രശ്നങ്ങളുള്ളത്. എന്നാൽ ഹർദിക് ഗ്രൗണ്ടിൽ പോലും അങ്ങനെയല്ല, ഗ്രൗണ്ടിന് പുറത്തും അങ്ങനെയാണെന്ന് തെളിയിക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നത്തിലേക്കാണ് നീങ്ങുന്നത്. IPLന് ശേഷം വീണ്ടും അദ്ദേഹം കമന്റേറ്ററായി പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. T20 ലോകകപ്പിൽ സ്റ്റാർ സ്പോർട്സിന്റെ അവതാരകന്മാരുടെ കമന്റേറ്റർമാരുടെയും പാനലിൽ കാർത്തിക് തന്നെ ഉണ്ടാകുമെന്നും എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ടീമിലെ കരിയർ അവസാനിച്ചുവെന്ന് കരുതിയെടുത്തു നിന്ന് ശക്തമായി തിരിച്ചു വരികയാണ്. T20 ലോകകപ്പ് കളിക്കുകയും ചെയ്യാൻ കാർത്തിക്കിന് സാധിച്ചിരുന്നു. കളത്തിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് കാണപ്പെടുന്ന കാർത്തിക് ആരാധക ഹൃദയങ്ങളിൽ ഒരു പ്രത്യേക കൂൾ സ്ഥാനമാണ് നേടിയെടുത്തിട്ടുള്ളത്. കരിയറിലെയും ജീവിതത്തിലെയും വലിയ താഴ്ത്തപ്പെടലുകൾ നേരിട്ടപ്പോഴും ശക്തമായ തിരിച്ചുവരവ് നടത്തി എല്ലാവർക്കും മാതൃകയാകാൻ കാർത്തിക്കിന് സാധിച്ചു. അതേസമയം ഹാർദിക് പാണ്ഡ്യ മറക്കാൻ ആഗ്രഹിക്കുന്ന സീസണായാണ് 17ാം സീസൺ കടന്നു പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ. എന്തുകൊണ്ടും വിമർശനങ്ങൾ മാത്രം, എവിടെ തൊട്ടാലും വിമർശനങ്ങളും പ്രശ്നങ്ങളും മാത്രം. ഗുജറാത്ത് ടൈറ്റൻസ് വിട്ട് മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിയ ഹർദിക്കിനെ തൊട്ടതെല്ലാം പിഴച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മുംബൈയിലെ ആരാധകർ ഹർദിക്കിനെ കൂവുന്ന സാഹചര്യം വരെ ഉണ്ടായി. പല വേദികളിലും ഹർദിക്കിനെതിരായ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. പ്രകടനം കൊണ്ടും ഹർദിക് നിരാശപ്പെടുത്തി. ബാറ്റ് കൊണ്ട് പന്ത് കൊണ്ട് താരം ഫ്ലോപ്പായി മാറി. ഇപ്പോൾ ഇന്ത്യൻ ടീമിനൊപ്പം ലോകകപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് ഹർദിക്. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാണ് ഹർദിക്. IPLലെ മോശം പ്രകടനത്തിന് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് എത്തുമ്പോൾ ഹർദിക്കിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്.